ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീമിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഗാർഡനിങ് വീഡിയോ ആണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ ഈ ഒരു എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഈ പ്ലാന്റിനെ കണ്ടിട്ടില്ലേ? ഇത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാന്റ് തന്നെയാണ് പുതിനയെന്ന് വെച്ചാൽ ഒരുപാട് ഔഷധ പ്രാധാന്യമുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ നമ്മളെ ഫുഡ് കുക്കിങ്ങിലും വളരെയധികം പ്രാധാന്യമുള്ളൊരു പ്ലാന്റാണ് പുതിന. നമ്മുടെ ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്ക് പുതിനയുടെ ഈ ലീഫ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ചേർക്കാണ്ടിരിക്കാൻ നമുക്ക് കുക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ കുറിച്ചുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പുതിനയെങ്കിലും ഒരു വീട്ടിലുണ്ടാവണം, ഒരു ചുവട് പുതിനയെങ്കിലും ഒരു വീട്ടിലുണ്ടാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമാണ്. പിന്നെ നമുക്ക് ഈ പുതിന വെച്ച് ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഇപ്പോഴത്തെ ഒരു സീസണിലൊക്കെ ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ ഒരുപാട് തവണ ഇതിനെ ഇങ്ങനെ നട്ടു നോക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ എല്ലായ്പ്പോഴും കുറച്ച് നാൾ ഇച്ചിരി ഒന്ന് ഫ്രഷായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അങ്ങ് മൊത്തം അങ്ങ് നാശമായി പോവും. അത് കറക്റ്റൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ അടുത്തൊരു മാസമായിട്ടുണ്ടാവുള്ളൂ ലാസ്റ്റ് പുതിയൊരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് പുതിയൊരു പോട്ടി മിക്സിലൊക്കെ ട്രൈ ചെയ്ത് ഒന്ന് നട്ടെടുത്തിട്ടുണ്ട്. അപ്പം വളരെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ പോട്ടി മിക്സ് എന്താണെന്നും എന്ത് ഫെർട്ടിലൈസറാണ് കൊടുത്തതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത നമ്മുടെ ഗാർഡൻ സോയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചകിരിച്ചോറോ മണലോ ഒന്നുമില്ല ചേർക്കുന്നത്. ഈ ഒരു സാധനം ഇത് നിങ്ങൾക്കറിയാൻ പറ്റും, ഊമി. ആ ഊമിയാണ് ഞാനിപ്പം ചേർത്ത് നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ എത്ര മണ്ണാണോ എടുക്കുന്നത് അതിൻ്റെ അത്രയും റേഷ്യോ എടുക്കേണ്ട. 3:2 ആ ഒരു റേഷ്യോയിൽ മാത്രം ഊമി എടുത്താൽ മതിയാവും. ഊമി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് വളമൊന്നും കൊടുക്കണ്ട, ചാണകപ്പൊടി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. ഞാൻ ചാണകപ്പൊടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ പുതിന നടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മണ്ണ്, ഈ പോട്ടി മിക്സ് എടുക്കുമ്പോഴത്തേക്ക് നല്ല നീർവാഴ്ചയുള്ള പോട്ടി മിക്സ് വേണം എടുക്കാനായിട്ട്. നല്ല വായുസഞ്ചാരമുള്ള പോട്ടി മിക്സ് വേണം. അതായത് നമ്മൾ ഒഴിക്കുന്ന ഉമി ചേർത്ത് കഴിയുകയാണെങ്കിൽ നമ്മൾ ഈ ചകിരിച്ചോറിനേക്കാളും ഉമിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചകിരിച്ചോറ് വെള്ളം കെട്ടി നിൽക്കാനായിട്ട് കാരണമാവും. പക്ഷേ എങ്കിൽ ഉമി ഒരിക്കലും വെള്ളം അതിൽ കെട്ടി നിൽക്കുന്നതിന് കാരണമാകത്തില്ല. നമ്മുടെ പോട്ടിയിൽ നിന്ന് പെട്ടെന്ന് ഉമി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം വളരെ ഈസി ആയിട്ട് തന്നെ വാർന്നു പോകും. അപ്പോൾ നമുക്ക് നല്ലൊരു മീഡിയമാണത്. ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും ഞാൻ എടുക്കുന്നൊരു മീഡിയം എന്ന് വെച്ചാൽ പോട്ടി മിക്സിലെടുക്കുന്നത് കൂടുതൽ ഉമി തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു മീഡിയമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ആകെ ചേർത്തിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ സോയിൽ, പിന്നെ ഉമി 3:2 എന്നൊരു റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചാണകപ്പൊടി, ചകിരിച്ചോറൊന്നും ചേർത്തിട്ടില്ല, മണലും ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ പോട്ടി മിക്സ് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിലേക്കാണ് ഞാൻ ഇത് നടുന്നത്. അപ്പം നന്നായിട്ട് ഹോൾസൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ആദ്യമായിട്ട് ഞാനിതിൽ ഓരോ ഹോളിൽ ഓരോ ഓടിൻ്റെ കഷ്ണങ്ങളെടുത്ത് വയ്ക്കുകയാണ്. ഈ ഓടിൻ്റെ കഷ്ണങ്ങൾ വെക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. ഇത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിലോട്ട് വെള്ളം തളിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം വാർന്നു പോകുന്നതിനോടൊപ്പം നമ്മളെ പോട്ടി മിക്സ് കൂടെ വാർന്നു പോകും. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓടിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് പോട്ടി മിക്സ് കുറച്ചിട്ട് കൊടുക്കുവാണേ. ഞാൻ പോട്ടി മിക്സ് ഇട്ട് നമ്മുടെ പോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുതിനേൻ്റെ തണ്ട്, ഇച്ചിരി മുറ്റിയ തണ്ട് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഈ വേര്, ഈ ഒരു കട്ടിങ്സ്, ഈ ഒരു വേര് കണ്ടോ, ഇതുള്ള തണ്ട് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഞാൻ ഇതിലോട്ട് വെക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഈ 2 ലീഫ് ഞാനങ്ങ് ഇളക്കി മാറ്റുവാണേ. ഈ 2 ലീഫ് ഞാൻ ഇളക്കി മാറ്റി. ഇവിടെ നിന്ന് 2 ലീഫ് അങ്ങ് ഇളക്കി മാറ്റിയതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ ഇതിലിങ്ങനെ കിടത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്ലാന്റ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് മൊത്തം അങ്ങ് മണ്ണിൻ്റെ അടിയിലാക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിൽ പതി വയ്ക്കുന്ന മാതിരിക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. മൊത്തം മണ്ണിലാക്കണ്ട. ഈ ഒരു ഇതിൽ നമ്മളിൽ പതിയൊക്കെ വയ്ക്കത്തില്ലേ, പിച്ചിയുടെ തൈയൊക്കെ പതി വയ്ക്കത്തില്ല, ആ ഒരു മെത്തേഡാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ സ്റ്റെം ഇങ്ങനെ വെളിയിലോട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സും അപ്പോൾ ഇത് ഇത്രയും നീളമുള്ളൊരു പ്ലാന്റ് ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല. ഇങ്ങനെ വെക്കണമെങ്കിലും വെക്കാം. ഞാനിതിൽ നിന്ന് കുറച്ച് എൻ്റെ ചുവടിച്ചിരി കേടായിരിക്കുന്നതുകൊണ്ട് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാമേ. ഇങ്ങനെ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല.
എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മണ്ണ് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഇങ്ങനെ അല്ലാണ്ടും വെക്കണമെങ്കിൽ വെക്കാവുന്നതാണ്. ഈ അറ്റത്തുള്ള ഈ ഒരു പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ഈ ഒരു കിളുന്ത് പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ മുറ്റിയ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നതിന് ശേഷം ഈ ഇലയൊക്കെ ഒന്ന് അടർത്തി കളഞ്ഞിട്ട് ഈ വേര് കണ്ടോ, ഈ വേരിൻ്റെ ആ ഒരറ്റം വരുന്ന മണ്ണിൻ്റെ അടിയിൽ പോകുന്ന കണക്കൊന്ന് കുത്തി നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പ്ലാന്റ് വളർന്നോളും. പക്ഷേ നമ്മുടെ പോട്ടിംഗ് മിക്സിലാണ്, ഈ പോട്ടിംഗ് മിക്സ് നല്ല നീർവാഴ്ചയുള്ള എയർ സർക്കുലേഷനുള്ള ഒരു പോട്ടിംഗ് മിക്സ് തന്നെ ആയിരിക്കണം. അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പോട്ടിംഗ് മിക്സ് നീർവാഴ്ചയുള്ളതല്ലെങ്കിൽ ഈ പോട്ടിൻ്റെ അകത്ത് വെള്ളം തങ്ങി നിൽക്കുകയും പിന്നെ നമ്മൾ നട്ടത് മൊത്തം കേടായി പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതിന് ഡെയിലി ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. നമ്മുടെ സ്പ്രേയർ ഉണ്ടല്ലോ, സ്പ്രേയറിൽ വെള്ളമൊന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ ഇതിന് ഒരുപാടൊന്ന് വേറൊരു പ്രധാന കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ഒത്തിരി വളം കൊടുക്കാം ഇത് തഴച്ച് വളർന്നു വരുമെന്ന്. പക്ഷേ എങ്കിൽ ഒത്തിരി വളം കൊടുക്കുമ്പോഴത്തേക്ക് ചെടി തഴച്ച് വളർന്നു വരുമെങ്കിലും പിന്നെ ചിലപ്പോൾ അത് ഡാമേജ് ആയി പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മുടെ ചെടിക്ക് ഈ പുതിനയ്ക്ക് നല്ല മണമുള്ള ലീഫില്ല, അതിൻ്റെ ഇലയുടെ ലീഫിൻ്റെ മണമൊക്കെ അങ്ങ് കുറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വളം മതി. ഇപ്പം നമ്മൾ പോട്ടി മിക്സിൽ ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട്, ഉമി ചേർത്തിട്ടുണ്ട്, ഗാർഡൻ സോയിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മാസം കഴിഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് വേണമെങ്കിൽ നമ്മുടെ കുറച്ച് ചാണകപ്പൊടി ഒന്ന് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്കൊന്ന് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അല്ലാണ്ട് ബാക്കിയുള്ള പ്ലാന്റ്സിന് കൊടുക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടുള്ള വെള്ളമൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കൊക്കെ നടാനും പിടിപ്പിക്കാനൊക്കെ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് ഈ പുതിനയെന്ന് പറയുന്നത്. പിന്നീട് ഇതിനെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ പ്ലാന്റ് നമ്മൾ ഒരിക്കലും വെക്കരുത്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം. പക്ഷേങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് ഏകദേശം നമ്മൾ ഈ ഷെയ്ഡിൻ്റെ അടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഷെയ്ഡിൻ്റെ അടിയിലൊക്കെ വയ്ക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഷെയ്ഡിൻ്റെ അടിയിലല്ല, ഷെയ്ഡെന്ന് വെച്ചാൽ മരത്തിൻ്റെ ഷെയ്ഡല്ല, അല്ലാണ്ട് നമ്മളെ വീടിൻ്റെ സൺഷെയ്ഡിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം മഴയൊക്കെ വരുന്നെങ്കിൽ തോനെ വെള്ളമൊക്കെ വീണിട്ട് നമ്മുടെ പ്ലാന്റ് കേടായി പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ഇനിയിപ്പം മഴക്കാലമല്ലേ, മഴക്കാലമാണെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. പ്ലാന്റിനെ ഒരു ഷെയ്ഡിൻ്റെ ചുവട്ടിലോ അമിതമായിട്ട് വെള്ളം നമ്മുടെ കാർ പോർച്ചിൻ്റെ സൈഡിലോ അങ്ങനെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ട് നിന്നോളും. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു വേര് മണ്ണിൻ്റെ അടിയിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിലെ പതി വയ്ക്കുന്ന കണക്ക് മാത്രം നട്ടുകൊടുത്താൽ മതിയാവും. ഒരുപാട് കെയറൊന്നും ഇതിന് കൊടുക്കണ്ട. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ പുറത്ത് പോയപ്പോഴത്തേക്ക് മേടിച്ചുകൊണ്ട് വന്ന തൈകളാണ്. എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ 1 മാസം ആയിട്ടില്ല ഞാനിത് നട്ട് വെച്ചിട്ട്. എൻ്റെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ നട്ട് വെച്ചിട്ടുള്ള പ്ലാന്റൊക്കെ കാണിച്ചു തരാം. മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പം നിങ്ങളിതിൽ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സൊക്കെ നടാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിന് ഓവറായിട്ടുള്ള കെയറൊന്നും കൊടുക്കണ്ട. നിങ്ങളധികം വെയിൽ കിട്ടാത്തൊരു സ്ഥലത്ത്, ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്നൊരു സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മൾ ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാ മറ്റുള്ള ചെടികളൊന്നും പ്രൂൺ ചെയ്യത്തില്ല. അത് കണക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. ഞാനിത് നട്ടത് നിങ്ങൾ കണ്ടല്ലോ. ഇനി എൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാന്റ്സൊക്കെ നട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു വീഡിയോ, മറ്റേതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഒന്ന് കാണിച്ചു തരുന്നതാണേ. ഇനി നമുക്കല്ലാണ്ട് ഇത് വെള്ളത്തിൽ വേണമെങ്കിലും വളർത്താവുന്നതാണ്. വെള്ളത്തിൽ വളർത്താനായിട്ട് വേറൊന്നും ചെയ്യേണ്ട. പക്ഷേ മുറ്റിയ കമ്പുകളായിരിക്കണം. മുറ്റിയ കമ്പുകൾ, വേറുള്ള കമ്പുകൾ നോക്കി നമ്മൾ എടുത്തിട്ട്, ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സാണ്. ഇതൊക്കെ വെള്ളത്തിൽ ഇതാണ്ട് വേരൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. വേര് കണ്ടു, ഇതിൻ്റെ വേര് ഈ നോഡ് കണക്കാക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നോഡിൻ്റെ അടുത്ത് വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കുറച്ച് ലീവ്സ് ഒന്ന് അടർത്തി മാറ്റി കൊടുക്കാം. ഇതൊന്ന് അടർത്തി മാറ്റിയതിന് ശേഷം അടർത്തി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊരു ഗ്ലാസ് ജാറിലോ ഗ്ലാസ് ബോട്ടിലിലോ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് വരുന്നതാണ്. ഒരു 3 ദിവസം കൂടുമ്പോഴത്തേക്ക് പക്ഷേ വെള്ളം മാറ്റി കൊടുക്കേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ്ട് ഈ ഒരു കണ്ടീഷനിൽ കൊണ്ടുവയ്ക്കണം. പക്ഷേ ഇത്ര അറ്റം മാത്രമേ മുങ്ങിയിരിക്കാൻ പാടുള്ളൂ, വെള്ളത്തിലാവാൻ പാടുള്ളൂ. ഇല വരുന്ന പോർഷൻ വെള്ളത്തിൽ ഇരിക്കാനായിട്ട് അനുവദിക്കരുത്, ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ അഴുകി അങ്ങ് പോകുന്നതാണ്. 3 ദിവസം കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലാസ് ബോട്ടിലെ വെള്ളം മാറ്റി കൊടുക്കേണ്ടതുമാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം.
ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വളർത്താവുന്നതാണ്. അപ്പോൾ ഇത് 2 രീതിയിലും നട്ട് വളർത്താവുന്നതാണ് പുതിന. പിന്നീട് ഞാനിപ്പോൾ 1 മാസമായി നട്ട ചെടികൾ കാണിച്ചു തരാം. ഇതിപ്പോൾ 1 മാസം മാത്രം പ്രായമുള്ള എൻ്റെ പുതിന ചെടിയാണ്. ഇതൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ ദിവസം ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. ഞാനിത് ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചിരുന്നതാണ്. എന്നിരുന്നാലും കാറ്റത്ത് കുറേയൊക്കെ അങ്ങ് ഡാമേജ് വന്നിട്ടുണ്ട്. ഈ പ്ലാന്റ്സ് ഞാൻ നട്ടി വെച്ചിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഈ ഒരു പോട്ടിംഗ് മീഡിയത്തിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഹെൽത്തി ആയിട്ടിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കുറച്ചൊക്കെ അങ്ങ് ഡാമേജ് വന്നിട്ടുണ്ട്. ഇത് 1 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഈ ഒരു 2 ചുവടിൽ നമ്മളിങ്ങനെ നുള്ളി എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പം ഇതിന് എടുക്കാറായിട്ടുണ്ട്. നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മൊത്തത്തിലങ്ങ് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഇതിൽ നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. മൊത്തവും കട്ട് ചെയ്തെടുക്കരുത്. ഒരു പകുതിക്ക് വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളെല്ലാം ചെടികൾ പ്രൂൺ ചെയ്യത്തില്ലേ, അതുപോലെ വീണ്ടും വരെയും ചട്ടി നിറച്ചങ്ങ് തിങ്ങി നിറഞ്ഞ് വരുന്നതുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണണം. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് പുതിനയൊന്ന് നട്ട് നോക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് പറയണം. പിന്നീട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.